ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സമ്പത്തിൽ നിന്ന് ഒരംശം ദാനം ചെയ്ത് സൽപ്രവൃത്തി ചെയ്ത് ദൈവം മുമ്പിൽ അതിൻ്റെ കണക്ക് പറയുകയും വീമ്പടിക്കുകയും ചെയ്യുന്ന അനേകം പേരുണ്ട്. ഞാനുമുണ്ട് ആ കൂട്ടത്തിൽ. നമ്മുടെ കൊച്ചു ദാനത്തേക്കാൾ വലുത്, കൊച്ചു കഴിവിനേക്കാൾ വലുത് ദൈവത്തിന് സൃഷ്ടിക്കാൻ കഴിയും. മനുഷ്യൻ്റെ ഇത്തരം പ്രവൃത്തികളിലല്ല ദൈവം സംപ്രീതനാവുന്നത്. അവിടുന്ന് സംപ്രീതനാവുക അവിടുത്തെ അനുസരിക്കുന്ന മനസ്സിൻ്റെ മുൻപിലാണ്. ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോയ ഫരീസേൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമ കർത്താവ് പറയുന്നുണ്ട്. ഫരീസേന് അനുഗ്രഹം ലഭിച്ചില്ല, കാരണം അവൻ്റെ പ്രാർത്ഥനയ്ക്ക് അർത്ഥമില്ലായിരുന്നു. എന്നാൽ ദേവാലയത്തിന് പുറത്തു നിന്നുകൊണ്ട് അനുതാപ ഹൃദയത്തോടെ പ്രാർത്ഥിച്ച ചുങ്കക്കാരൻ അനുഗ്രഹീതനായി മാറി. നമുക്ക് സ്വന്തമായുള്ളതിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ ഒരു കാര്യം ബോധ്യമാകും: എല്ലാം ദൈവം ദാനമായി നൽകിയത് മാത്രമാണ്. പൗലോസ്ലിയ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും ദൈവത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. മറിച്ച് അവരുടെ യുക്തിവിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിലാണ്ടു പോവുകയും ചെയ്യുന്നു. ഞാൻ അവസാന ഭാഗം വീണ്ടും ആവർത്തിക്കുന്നു. അവരുടെ യുക്തിവിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിലാണ്ടു പോവുകയും ചെയ്തു. മനുഷ്യൻ ദൈവത്തെ ദൈവമായി മഹത്വപ്പെടുത്താത്തത് കൊണ്ട് അവൻ്റെ പദ്ധതികളെല്ലാം പൊളിഞ്ഞ പാളീസായി തീർന്നിരിക്കുന്നു. അതാണ് നമ്മളുടെ ചുറ്റിലുള്ള സാഹചര്യം. നമ്മൾക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ സൗജന്യ ദാനമാണെന്ന് അംഗീകരിച്ച് പറയുകയാണ് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ഒരു വഴി. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, നമുക്കുള്ളതിൻ്റെ എല്ലാം ഉടമ നമ്മളല്ല, ദൈവം മാത്രമാണ് എന്ന അറിവിലേക്ക് എത്തുക. അങ്ങനെ ഏറ്റുപറയുന്ന നിമിഷം നമ്മുടെ ഉള്ളിൽ നിന്നുയരുന്നത് ദൈവസ്തുതിയും നന്ദിയുമാണ്. ഈ ഉടമസ്ഥാവകാശത്തെ ചിലപ്പോഴെങ്കിലും തള്ളി പറഞ്ഞുകൊണ്ട് നാം ഉടമസ്ഥരായി മാറുന്ന സ്ഥിതി ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. എൻ്റെ മിടുക്കുകൊണ്ട് ഞാൻ ഉണ്ടാക്കി ഇതൊക്കെ, അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് പോലെ ഞാനിത് വിനിയോഗിക്കും. ആരാണ് എന്നെ ചോദ്യം ചെയ്യാനുള്ളത്? എൻ്റെ തൊഴിൽ, എൻ്റെ സ്വത്ത്, എൻ്റേത് മാത്രം. ഈ അഹങ്കാര ചിന്തയിലേക്ക് മാറുന്നു ഇന്നത്തെ മനുഷ്യൻ. ഈ ഉടമസ്ഥാവകാശ ചിന്ത ദൈവത്തിന് മുമ്പിൽ ഉടയ്ക്കുക എന്നതാണ് നാം ആദ്യം ചെയ്യേണ്ട പ്രധാന കാര്യം. കാരണം ഈ ചിന്ത വിഗ്രഹ ആരാധന തന്നെയാണ്. അങ്ങനെ ഉടയ്ക്കുന്നവർക്കേ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയൂ. അങ്ങനെയുള്ളവരിലേക്കാണ് ദൈവം കടന്നു വരിക. ഈ ഉടമസ്ഥാവകാശത്തെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ധനാഢ്യനായ ഒരു മനുഷ്യനെക്കുറിച്ച് ലൂക്കാ സുവിശേഷകൻ 12-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ആ ചോദ്യം കർത്താവ് ഇന്ന് നിങ്ങളുടെയും എൻ്റെയും മുന്നിൽ വയ്ക്കുന്നു. ഇന്ന് രാത്രിയിൽ നിൻ്റെ ആത്മാവിനെ ഞാൻ പിൻവലിച്ചാൽ നിനക്കുള്ളതെല്ലാം ആരുടേതായിരിക്കും?